പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. നമസ്കാരത്തിൽ സുജൂദിൽ നെറ്റി നിലത്ത് തട്ടേണ്ടതുണ്ടോ? നിക്കാബ് ധരിക്കുന്നതിനാൽ സുജൂദിൽ നെറ്റി നിലത്ത് തട്ടാറില്ല, പകരം നിക്കാബാണ് തട്ടാറുള്ളത്. ഇത് നമസ്കാരത്തെ ബാധിക്കുമോ എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം. നിസ്കാരത്തെ ബാധിക്കില്ല. നിക്കാബ് ഇല്ലെങ്കിലും നെറ്റി നേരിട്ട് നിലത്ത് തട്ടൂല്ലോ. നിസ്കാരപ്പായയിലോ മുസല്ലയിലോ കാർപ്പറ്റിലോ ഒക്കെ അല്ലേ നമ്മൾ നെറ്റി കൊണ്ടുപോയിട്ട് വെക്കുക. അപ്പോൾ ഒരാൾ ശിരാവസ്ത്രം ധരിച്ചിട്ടുണ്ട്, ആ ശിരാവസ്ത്രമാണ് നിലത്ത് കൊണ്ടുപോയിട്ട് തട്ടണത് എങ്കിൽ, അതേപോലെ തന്നെ ഒരാൾ മക്കന ധരിച്ചിട്ടുണ്ട്, മക്കന കൊണ്ട് സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ തല കൊണ്ടുപോയിട്ട് നെറ്റി കൊണ്ടുപോയിട്ട് നിലത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമിർതു അൻ അസ്ജുദ അലാ സബഅത്തി അഅ്ദുമിൻ, 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. അതിൽ റസൂലുള്ള പറഞ്ഞു, നെറ്റി മൂക്കിലേക്ക് ചൂണ്ടി, മുൻകൈയിൻ്റെ പള്ളകൾ, കാൽമുട്ട്, കാൽവിരലുകളുടെ പള്ളകൾ, കാൽമുട്ട് നമ്മൾ ഇങ്ങനെ വെക്കല് നിലത്ത്. ആരും കാലിൻ്റെ അവിടുന്ന് വസ്ത്രം നീക്കിയിട്ട് മുട്ട് മാത്രം കൊണ്ടുപോയിട്ട് വെക്കലില്ല. പിന്നെയോ ധരിച്ച പാൻസ് ആണെങ്കിൽ പാൻസ്, തോപ്പാണെങ്കിൽ തോപ്പ്, സ്ത്രീകളാണെങ്കിൽ അവർ ധരിച്ച അബായ അല്ലെങ്കിൽ അവരുടെ നിസ്കാരക്കുപ്പായം, ഇതോട് കൂടിയാണ് മുട്ട് കൊണ്ടുപോയിട്ട് നിലത്ത് വെക്കുക. അപ്പോൾ അവിടെ നേരിട്ട് മുട്ട് തട്ടുണ്ടോ? ഇല്ല. പിന്നെയോ ധരിച്ച വസ്ത്രത്തോടൊപ്പമാണ് നീണത് സുജൂദിൽ മുട്ട് വെക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒരാൾ മക്കനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ, ശിരാവസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഉൾപ്പെടെ സുജൂദ് ചെയ്തിട്ടുണ്ട് എങ്കിൽ സുജൂദ് ശരിയാകും. തല കൊണ്ടുപോയിട്ട് നിലത്തോട് വെക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിന് മുമ്പിൽ പ്രണമിക്കുക എന്നുള്ളതാണ്. അതിന് ഒരു തടസ്സമല്ല നെറ്റിയിൽ കാണുന്ന ഉണ്ടാകുന്ന വസ്ത്രം. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു തആല ആലം. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.